അശ്വിൻ ദിയ വിവാഹം എന്നാണെന്ന് ആകാംക്ഷയിലാണ് പ്രേക്ഷകരെല്ലാം. മെഹന്തി ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നോടിയായി ഇന്നലെ അഹാന ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ന് ദിയയും മെഹന്തിയിട്ട കൈകളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറെ സസ്പെൻസ് നിറഞ്ഞ വിവാഹമാണ് ദിയയുടേത്. ഇരുവരെയും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. ദിയ എന്ന ബിസിനസ് വുമൺ അടിപൊളിയാണ്. ഓരോ കാര്യങ്ങളും ദിയ ചെയ്യുന്നത് കണ്ടു പഠിക്കേണ്ടതാണ്. കാരണം ഏതൊരു വിഷയം പോലും കൃത്യമായ പക്വതയോടെ ചെയ്യാനുള്ള കഴിവുണ്ട് ദിയയ്ക്ക്. ഒന്നാമത് ഈ ആഭരണങ്ങളുടെ ബിസിനസ് എന്ന ഐഡിയ എങ്ങനെ വന്നുവെന്ന് എനിക്കറിയില്ല. മാത്രമല്ല ഈ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കു വേണ്ടി ഓരോ ആളുകളെയും മീറ്റ് ചെയ്ത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ദിയയ്ക്ക് സാധിച്ചു. തീർച്ചയായും ദിയയുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ബിസിനസ്. ഇതൊന്നും എല്ലാവർക്കും അത്ര എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. ഒരു ബിസിനസ് വുമൺ എന്ന നിലയിൽ ദിയ ബെസ്റ്റാണ്. മാത്രമല്ല എൻ്റെ അമ്മയെ വലിയൊരു ബിസിനസ് വുമണാക്കിയത് കാരണം ദിയ തന്നെയാണ്. ഇനിയും ഈ ഉയരങ്ങൾ കീഴടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. അശ്വിൻ ദിയയുടെ ബിസിനസ് രംഗത്തെ മികവിനെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു. ദിയയും അശ്വിനും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ദിയയെപ്പോലെ അശ്വിനെയും ഇപ്പോൾ ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. ഇരുവരും തമ്മിൽ സ്നേഹം മാത്രമല്ല വഴക്കും ഉണ്ടാവാറുണ്ടെന്ന് ദിയ പറഞ്ഞിട്ടുണ്ട്. വഴക്കിടുന്ന സമയത്ത് എനിക്ക് ഇവനെ കടലിൽ താഴ്ത്താനാണ് തോന്നാറ്. ഒന്നാമത് വഴക്കിടുന്നത് എനിക്കിഷ്ടമല്ല, ദിയ പറയുന്നു. ഗൗതം വാസുമേനോൻ സിനിമകളിലെ പ്രണയം കാണുമ്പോൾ വല്ലാത്ത ഫീൽ കിട്ടും. അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പ്രണയിക്കുന്ന രീതിയും പ്രണയിനിയെ വർണ്ണിക്കുന്ന രംഗങ്ങളും. ഇതെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ നടക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ ദിയയുടെ ലൈഫിൽ ഇതെല്ലാം ഉണ്ട്. സിനിമയിലെ നായകന്മാർ പ്രണയിക്കുന്നത് പോലെയാണ് അശ്വിൻ തന്നെ പ്രണയിക്കുന്നത് എന്ന് ദിയ പറയുന്നു. ബൈക്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ പിറകിൽ ഞാൻ കയറിയാൽ ആദ്യം എൻ്റെ കാലിൽ തൊട്ട് ഉമ്മ വയ്ക്കും. അത് ശരിക്കും വല്ലാത്തൊരു ഫീലാണ്. അശ്വിൻ ഇടയ്ക്കിടെ ഞാൻ സുന്ദരിയാണെന്ന് പറയാറുണ്ട്. എന്നാൽ അതെല്ലാം എനിക്കിഷ്ടമുള്ള കാര്യമാണ്. കണ്ടാൽ തോന്നില്ലെങ്കിലും ഞാൻ ശരിക്കും ഒരു പൈങ്കിളിയാണ്. ഇതെല്ലാം ഇവൻ പറയുമ്പോൾ മാത്രമാണ് എല്ലാത്തിനും ഭംഗിയുണ്ടാവുള്ളൂ. വേറെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ പുച്ഛം തോന്നും. ഞാൻ പൊതുവെ പണം ഒരുപാട് ചിലവാക്കുന്നയാളായിരുന്നു. എന്നാൽ വിവാഹത്തിന് വേണ്ടി ഒരുപാട് സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. വിവാഹത്തിൻ്റെ 90% എൻ്റെ പണം കൊണ്ടാണ് നടത്തുന്നത്. ഒരു അത്യാവശ്യം വന്നാൽ മാത്രം വീട്ടുകാരോട് ചോദിക്കും. അവർ ഇതൊന്നും ചെയ്യില്ല എന്നല്ല, എനിക്ക് ആരെയും ആശ്രയിക്കുന്നത് ഇഷ്ടമല്ല. സ്വന്തമായി ഇതെല്ലാം ചെയ്യുമ്പോൾ വല്ലാത്തൊരു അഭിമാനം തോന്നും. അതുകൊണ്ടാണ് ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നത് എന്നും ദിയ പറയുന്നു.